നമസ്കാരം. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ നട്ടെല്ലായ ഗാർക്ക് ദ്വീപിന് സമീപം കടലിൽ വൻ എണ്ണ ചോർച്ച. ഏകദേശം 27 ചതുരശ്ര മൈൽ പ്രദേശത്ത് 80,000 ബാരലോളം ക്രൂഡ് ഓയിൽ പടർന്നതായാണ് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ മനഃപൂർവ്വം എണ്ണ കടലിൽ ഒഴുക്കിയതാണെന്ന ആരോപണവും ശക്തമാണ്. അതേസമയം സ്വർണം വാങ്ങരുത്, വിദേശത്ത് പോകരുത്, പെട്രോൾ ഉപയോഗം കുറയ്ക്കണം തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രകളിൽ പ്രഖ്യാപനം UDF സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ എണ്ണ ഊർജ്ജോൽപ്പന്ന കയറ്റുമതിയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന ഗാർക്ക് ദ്വീപിന് സമീപം കടലിൽ വൻ എണ്ണ ചോർച്ച. 27 ചതുരശ്ര മൈൽ പ്രദേശത്തായി ഏതാണ്ട് 3000 മുതൽ 80,000 ബാരൽ ക്രൂഡ് ഓയിൽ കടലിൽ പരന്നതായാണ് ഉപഗ്രഹ ചിത്രങ്ങളോടെയുള്ള റിപ്പോർട്ടുകൾ. ഇറാന്റെ ഊർജ്ജ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഗാർക്ക് ദ്വീപ് കേന്ദ്രീകരിച്ചാണ്. ഹോർമൂസിൽ ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളും US സൈന്യം തടയുന്നത് ഇറാന് കനത്ത ആഘാതമായിരുന്നു. എണ്ണ കയറ്റുമതി നിലച്ചത് ഇരുട്ടടിയായി. ഉൽപ്പാദനം നിർത്തിവയ്ക്കാൻ സാങ്കേതിക പ്രതിസന്ധി ഉള്ളതിനാൽ ഇറാന് കഴിയുന്നില്ല. ബലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ സൂക്ഷിക്കാൻ സംഭരണികൾ തികയാത്ത സ്ഥിതിയാണ്. കാലാവധി കഴിഞ്ഞതിനിടെ തുടർന്ന് ഉപേക്ഷിച്ച എണ്ണ കപ്പലുകൾ റിപ്പയർ ചെയ്തെടുത്ത് അവയിലാണ് അധിക എണ്ണ ഇപ്പോൾ ഇറാൻ സൂക്ഷിക്കുന്നത്. ഇറാൻ മനഃപൂർവ്വം എണ്ണ കടലിൽ ഒഴുക്കിയതാണെന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. 12.3 കോടി ബാരലാണ് ഇറാന്റെ എണ്ണ സംഭരണ ശേഷി. ഇത് ഏറെക്കുറെ നിറഞ്ഞെന്നാണ് സൂചന. ഗാർക്ക് വഴി പ്രതിദിനം 1.54 കോടി ബാരൽ എണ്ണ നേരത്തെ പ്രതിദിനം ഇറാൻ കയറ്റുമതി ചെയ്തിരുന്നു. ഇതാണ് US-ന്റെ കടൽ ഉപരോധം മൂലം സ്തംഭിച്ചത്. ഇറാൻ കൈമാറിയ സമാധാന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാന്റെ പ്രതികരണം തീർത്തും അസ്വീകാര്യമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് കഴിഞ്ഞ 47 വർഷമായി ഇറാൻ അമേരിക്കയെ കളിപ്പിക്കുകയാണെന്നും ഇനിയും അത് അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള തുടർ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ചു. ചർച്ചകൾക്കുള്ള ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഉപരോധങ്ങൾ പിൻവലിച്ച ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഉറപ്പാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത്. തങ്ങൾക്കെതിരെ ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് അമേരിക്ക രേഖാമൂലം ഉറപ്പ് നൽകിയാൽ യുറേനിയം സമ്പുഷ്ടീകരണം നിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കാമെന്നും 30 ദിവസത്തിനുള്ളിൽ മരവിപ്പിച്ച ആസ്തികൾ കൈമാറി ആണവ ചർച്ചകൾ ആരംഭിക്കാമെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ ഉപാധികൾ ഒബാമ ഭരണകാലത്തെ പോലെ ഇറാനെ സഹായിക്കാനേ ഉപകരിക്കൂ എന്ന നിലപാടിലാണ് ട്രംപ്. ഇറാൻ അമേരിക്ക സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുന്നു. ഈ മാസം 14-15 തീയതികളിലാണ് ട്രംപിൻ്റെ ചൈന സന്ദർശനം. വ്യാപാര തീരുവകൾ, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയവയെ ചൊല്ലി ചൈന അമേരിക്ക ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. എന്നാൽ ഇറാൻ വിഷയമായിരിക്കും ചർച്ചകളിൽ മുൻപന്തിയിൽ നിൽക്കുകയെന്നാണ് മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മെയ് 14 പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉഭയകക്ഷി ചർച്ചകളും വിരുന്നും നടക്കും. 2ാം വട്ടം അധികാരത്തിലെത്തിയ ശേഷമുള്ള ട്രംപിൻ്റെ ആദ്യ ചൈനീസ് സന്ദർശനമാണിത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൂടുതൽ കരുത്താർജിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച ഏകദേശം 7.2% SBI റിപ്പോർട്ട്. ഭൗമരാഷ്ട്രീയ വിഷയങ്ങൾ ബാധിക്കുമെങ്കിലും സമ്പദ് വ്യവസ്ഥ മികച്ച നിലയിലേക്ക് കുതിക്കുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ സ്ഥിരത പുലർത്തിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. കാർഷികേതര മേഖലകളുടെ പിന്തുണയോടെ ഗ്രാമീണ ഉപഭോഗത്തിലെ ശക്തി വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ നൽകുന്നത് തുടരുന്നു. കഴിഞ്ഞ ഉത്സവ സീസൺ മുതൽ നഗര ഉപഭോഗം സ്ഥിരമായ ഒരു ഉയർച്ച രേഖപ്പെടുത്തി. ജനങ്ങളോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനകൾ വെറും ഉപദേശങ്ങളല്ലെന്നും പരാജയത്തിൻ്റെ തെളിവുകളാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായുള്ള ആഘാതം കുറയ്ക്കുന്നതിന് വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുന്നതും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചിരുന്നു. സ്വർണം വാങ്ങരുത്, വിദേശത്ത് പോകരുത്, പെട്രോൾ ഉപയോഗം കുറയ്ക്കണം, മെട്രോ ഉപയോഗിക്കണം, വീട്ടിലിരുന്ന് ജോലി ചെയ്യണം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. 12 വർഷത്തിനുള്ളിൽ അദ്ദേഹം രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത് ഇത്തരമൊരു
അവസ്ഥയിലാണ്. ഇത് വാങ്ങണം, എന്ത് വാങ്ങരുത്, എവിടെ പോകണം, എവിടെ പോകരുത് എന്ന് ജനങ്ങളോട് പറയേണ്ടി വരുന്നു. ഓരോ തവണയും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ജനങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും രാഹുൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. തൊഴിൽ ചട്ടലംഘനത്തിനെ തുടർന്ന് 3 വർഷത്തിനിടെ 1000-ലേറെ ജീവനക്കാരെ എയർ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയെന്ന് സിഇഒയും MD-യുമായ ക്യാമ്പൽ വിൽസൺ വെള്ളിയാഴ്ച ജീവനക്കാരുമായി നടത്തിയ യോഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും ജീവനക്കാർ ചട്ടലംഘനങ്ങൾ നടത്തരുതെന്നും ക്യാമ്പൽ വിൽസൺ പറഞ്ഞു. വിമാനത്തിൽ നിന്നും സാധനങ്ങൾ കടത്തൽ, അധിക ബാഗേജിന് ചാർജ് ഈടാക്കാതെ കൊണ്ടുപോകൽ അനുവദിക്കൽ തുടങ്ങിയവ അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ പേരിലാണ് ജീവനക്കാരെ പുറത്താക്കിയത്. എംപ്ലോയി ലീഷർ ട്രാവൽ സംവിധാനം ദുരുപയോഗം ചെയ്ത നൂറുകണക്കിന് ജീവനക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ചിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനിയുടെ എംപ്ലോയി ലീഷർ ട്രാവൽ ഉപയോഗത്തിൽ 4000-ലധികം ജീവനക്കാർ ക്രമക്കേട് കാട്ടിയെന്നും കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെ പിഴയടക്കമുള്ള നടപടികളും ആരംഭിച്ചു. വിമാനയാത്രയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി കർശന നടപടികൾ സ്വീകരിച്ച് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. സർവീസ് റദ്ദാക്കിയാൽ ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ നൽകുകയോ പകരം വിമാന സൗകര്യം ഒരുക്കുകയോ വേണം. ലഗേജ് നഷ്ടപ്പെട്ടാലും നഷ്ടപരിഹാരം നൽകണം. ഒമാൻ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വിമാനങ്ങൾക്കും യാത്രക്കാരുടെ അവകാശ സംരക്ഷണ നിയമം ബാധകമാണ്. വിമാനം 6 മണിക്കൂറിൽ കൂടുതൽ വൈകിയാൽ യാത്രക്കാർക്ക് താമസം, ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവ നൽകാൻ എയർലൈനുകൾ ബാധ്യസ്ഥരാണ്. സർവീസ് റദ്ദാക്കിയാൽ ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ നൽകുകയോ പകരം വിമാന സൗകര്യം ഒരുക്കുകയോ വേണം. ലഗേജ് നഷ്ടപ്പെട്ടാൽ ആദ്യ ദിവസം മുതൽ തന്നെ യാത്രക്കാരന് സാമ്പത്തിക നഷ്ടപരിഹാരത്തിനും അവകാശമുണ്ട്. ഒമാന്റെ സാമ്പത്തിക മേഖലയിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങളിൽ വൻ മുന്നേറ്റം. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഇലക്ട്രോണിക് ഇടപാടുകളുടെ എണ്ണത്തിൽ 150% റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024 6.7 കോടിയായിരുന്ന ഡിജിറ്റൽ ഇടപാടുകൾ വെറുമൊരു വർഷത്തിനുള്ളിൽ 16.8 കോടിയായി ഉയർന്നു. പ്രാദേശിക പേയ്മെൻറ്റ് ഗേറ്റുകൾ വഴി നടന്ന ഇടപാടുകളുടെ മൂല്യം ഏകദേശം 3.2 ബില്യൺ റിയാലിലെത്തി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 76.3% വളർച്ചയാണ് ഈ മേഖലയിൽ മാത്രം ഉണ്ടായത്. ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക വിദ്യയായി മാറിയത് QR കോഡ് പേയ്മെൻറ്റുകളാണ്. QR കോഡ് വഴിയുള്ള ഇടപാടുകളുടെ എണ്ണത്തിൽ 133.5% വർധനവുണ്ടായി. വാണിജ്യ സ്ഥാപനങ്ങളിലെ POS മെഷീനുകൾ വഴിയുള്ള ഇടപാടുകളിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 33.2% വർധന ഉണ്ടായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ചെറുകിട കച്ചവടക്കാർ മുതൽ വൻകിട മാളുകൾ വരെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയതാണ് ഈ കുതിപ്പിന് പ്രധാന കാരണമായത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രഖ്യാപനം UDF സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്നും ബസ് ഉടമകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന തീരുമാനം ഏകപക്ഷീയമാണ്. പൊതുഗതാഗത സംവിധാനം തകരുകയും ചെയ്യും. KSRTCയുടെ കണക്കുകൾ പ്രകാരം ദിനംപ്രതി 19 ലക്ഷം സ്ത്രീകളാണ് സർവീസ് ഉപയോഗിക്കുന്നത്. KSRTC സൗജന്യ യാത്ര അനുവദിച്ചാൽ സ്വകാര്യ ബസ്സുകൾക്ക് വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ടു പോകേണ്ട അവസ്ഥ വരുമെന്നും ഗോപിനാഥൻ പറഞ്ഞു. തമിഴ്നാട്ടിലും കർണാടകയിലും സ്വകാര്യ ബസ്സുകൾ കുറവാണ്. കേരളത്തിലെ സാഹചര്യം അങ്ങനെയല്ല. സ്വകാര്യ ബസ് ഉടമകളോട് ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് ശരിയല്ലെന്നും സംഘടന കൂട്ടിച്ചേർത്തു. വാഹന അപകടങ്ങളിൽപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ PM രാഹത് പദ്ധതി നടപ്പാക്കാതെ കേരളം. 1.5 ലക്ഷം രൂപയുടെ സൗജന്യ സഹായ പദ്ധതിയാണ് PM രാഹത്ത്. 1.5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവും അപര്യാപ്തമാണെന്നും 3 ലക്ഷം രൂപയെങ്കിലും വേണമെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. റോഡ് അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവർക്ക് പണമില്ലെങ്കിൽ ചികിത്സ നിഷേധിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചത്. അപകടമുണ്ടായി 1 മണിക്കൂറിനുള്ളിൽ ആശുപത്രികളിൽ എത്തിക്കുന്നത് മുതൽ 7 ദിവസം വരെയാണ് ചികിത്സാ സഹായം. 2026 ഫെബ്രുവരി 13-നാണ് പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഫണ്ട് മുഖേന ആശുപത്രികൾക്കാണ് തുക ലഭ്യമാക്കുക. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഈ ആനുകൂല്യം നൽകാനാണ് നിർദ്ദേശം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.